അധ്യക്ഷൻ ബഹുമാനായ മിസ്റ്റർ സജു അലക്സ്, പ്രിയപ്പെട്ട കൊടുങ്ങല്ലൂർ വരണാധികാരി ഡോക്ടർ ജോർജ് വർഗീസ്, മിസ്റ്റർ രാജീവ്, KCCയുടെ സംസ്ഥാന പ്രസിഡന്റ്, പ്രിയപ്പെട്ട കർഷക സഹോദരങ്ങളെ, നമ്മളുടെ ഈ പ്രതിഷേധ റാലി പാലായുടെ ഈ ഹൃദയഭാഗത്ത് വച്ച് നടത്താൻ സാധിക്കുന്നത് തന്നെ ഈ സമ്മേളനത്തിൻ്റെ പ്രാധാന്യവും അത് ഒരുപക്ഷെ ഭാവിയിൽ ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛൻ പറഞ്ഞതുപോലെ നമുക്ക് നൽകുവാനിരിക്കുന്ന ഒരു പ്രത്യാശയുടെ അടയാളവും കൂടെ ആയിരിക്കാം. കുടുംബ കൃഷിയെക്കുറിച്ച്, കാർഷിക വൃത്തിയെക്കുറിച്ചൊക്കെ ഇന്ന് ലോകം മുഴുവനും തിരിച്ചറിവ് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പാലായെ സംബന്ധിച്ച്, മീനച്ചിൽ താലൂക്കിനെ സംബന്ധിച്ച്, കോട്ടയം ജില്ലയെ സംബന്ധിച്ച് കർഷകനായിരിക്കുക എന്ന് പറയുന്നത് അഭിമാനത്തിൻ്റെ ഒരു വിഷയമാണെന്ന് കൂടെ ഞാൻ കരുതുകയാണ്. നമുക്കൊക്കെ അറിയാം, ഇന്ത്യയിൽ ആദ്യമായിട്ട് റബ്ബർ കൃഷി നടന്നത് കോട്ടയം ജില്ലയിലാണ്, നമ്മുടെ എന്തയാറ് പ്രദേശത്താണ്. നമ്മുടെ രൂപതയോടും കാഞ്ഞിരപ്പള്ളി രൂപതയോടും ബന്ധപ്പെട്ട് കിടക്കുന്ന ആ പ്രദേശത്താണ് ആദ്യമായിട്ട് റബ്ബർ കൃഷി നടത്തിയതും അതിൻ്റെ ഫലമായിട്ട് റബ്ബറിലൂടെ നമുക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാമ്പത്തിക ഭദ്രത കൊണ്ടുവരാൻ സാധിക്കും എന്നൊക്കെ തിരിച്ചറിഞ്ഞത്. നമ്മളിവിടെ കൂടിയിരിക്കുന്നവര് എല്ലാവരും തന്നെ കർഷകരാണ്. അധ്യാപകരായിട്ടുള്ള ചുരുക്കം ചിലരുണ്ട്, അവരും കർഷകരാണ്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന എല്ലാവരും തന്നെ കാർഷിക വൃത്തിയോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. എനിക്കിവിടെ നിൽക്കുന്ന ധാരാളം പേര് വ്യക്തിപരമായിട്ടറിയാം. 2-3 ഏക്കർ സ്ഥലമുള്ളവർ, കൃഷി നടത്തുന്നവർ, ആ കൃഷിയുടെ വരുമാനത്തിൽ നിന്ന് ജീവിക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്നവരൊക്കെയാണ്. 1 ഏക്കർ സ്ഥലത്ത് ഏകദേശം 200 റബ്ബർ തൈകൾ പാകാമായിരിക്കും, അല്ലെങ്കിൽ 170 സ്ഥലത്തിൻ്റെ കിടപ്പനുസരിച്ചൊക്കെ. അങ്ങനെ സ്വന്തമായിട്ട് 2-3 ഏക്കർ സ്ഥലം ഉള്ളവരും ആ സ്ഥലത്ത് പ്രധാനമായിട്ട് റബ്ബർ കൃഷി നടത്തുന്നവരുമായ വ്യക്തികളാണ് നമ്മൾ. പാലക്കാർ, മീനച്ചിൽ താലൂക്കുകാർ, കോട്ടയം ജില്ലക്കാർ എന്ന് പറയുന്നവരൊക്കെ. അതുകൊണ്ട് റബ്ബറിൻ്റെ ഈ വിലയിടിവിൽ ഇതുപോലുള്ള ഒരു പ്രതിഷേധം ശക്തമായ രീതിയിൽ രംഗത്ത് കൊണ്ടുവരാൻ നമുക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വം കൂടിയുണ്ട്. ഈ നാടുകളിലൊക്കെ ആമുഖവാക്കുകളിൽ മിസ്റ്റർ രാജീവ് ഇവിടെ പറഞ്ഞല്ലോ, നമ്മളുടെ ഈ സംസ്ഥാനവുമായിട്ടും തെക്കേ ഇന്ത്യയുമായിട്ടും രാജ്യം മുഴുവനുമായിട്ടുമെല്ലാം ബന്ധപ്പെട്ട് വന്ന കസ്തൂരിരംഗൻ, ഗാഡ്ഗിൽ റിപ്പോർട്ടുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്കത് വ്യക്തമായിട്ടറിയാം. ആ റിപ്പോർട്ടുകളെ കുറിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ഏതൊരു MLA-യോ MP-യോ മന്ത്രിയോ പഠിച്ചതിനേക്കാൾ കൂടുതലായിട്ട് ജോർജ് വർഗീസ് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വലിയൊരു പഠനമാണ്, അല്ലെങ്കിൽ KCCയോട് ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു മൂവ്മെൻ്റാണ് വാസ്തവത്തിൽ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് സർക്കാർ തന്നെ ചർച്ച ചെയ്യുന്നതിന് ഇടയാക്കിയതും പ്രത്യേകിച്ച് കാർഷിക മേഖലയോട് ബന്ധപ്പെട്ട ആളുകളിലൊക്കെ ഒരു ഉണർവ് ഉളവാക്കാനായിട്ട് സാധിച്ചതുമല്ല. ഞാനിത് പറഞ്ഞത്, നമ്മളിവിടെ ഒരു പ്രതിഷേധം ആയിട്ട് ഒന്നിച്ചു കൂടുമ്പോൾ അത് നമ്മളുടെ ജീവിതവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള പ്രതിഷേധമാണ്. റബ്ബർ നമുക്ക് കൽപ്പവൃക്ഷം പോലെയാണ്. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കർഷകരെ അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ റബ്ബറിന് 250ഓളം രൂപ 1 കിലോയ്ക്ക് വിലയുണ്ടായിരുന്നത് 100, 150, 140 ഒക്കെ ആയിട്ട് അത് തരം താഴുമ്പോൾ, അല്ലെങ്കിൽ താഴേക്ക് പോകുമ്പോൾ നമുക്ക് പ്രതിഷേധിക്കാതെ ഇരിക്കാൻ നിവൃത്തിയില്ല.
അങ്ങനെയുള്ള പ്രത്യേകമായ ഒരു ജീവിത സാഹചര്യത്തോട് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഈ പ്രതിഷേധം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ വെറുതെ ഒരു തിയററ്റിക്കലായിട്ടുള്ള കാര്യം പറയാനല്ല. റബ്ബറിന്റെ ഇറക്കുമതി നിരോധിക്കുകയും റബ്ബർ സംഭരണം ശക്തമായിട്ട് നടത്തുകയും റബ്ബർ സബ്മിറ്റിന് നമ്മളുടെ എല്ലാവരുടെയും ഒരു അടിസ്ഥാനപരമായ കാഴ്ചപ്പാടായിട്ട് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കർഷക സഹോദരങ്ങളായിട്ടുള്ള എൻ്റെ സ്വന്തം ആളുകളോട് നിങ്ങളോട് പറയാനുള്ള ഒരു തിരുത്തല്, നമ്മൾ കൂലി കൊടുത്ത് കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്നവർ മാത്രമാകരുത്. നമ്മൾ സാധാരണക്കാരായ ആളുകളാണ്. 2-3 ഏക്കർ സ്ഥലമുള്ളവർ ആ സ്ഥലത്ത് റബ്ബർ ടാപ്പിംഗ് നടത്തുന്ന ടാപ്പേഴ്സ് കൂടിയായിട്ട് നമ്മൾ മാറണം. നമ്മൾ കൂലിക്ക് ഒരാളെ റബ്ബർ വെട്ടിച്ചു, ടാപ്പിംഗ് നടത്തി, അതുകൊണ്ട് നമ്മൾ കർഷകരാകുന്നില്ല. അതുകൊണ്ട് നമ്മൾ കാർഷിക വൃത്തിയോട് ബന്ധപ്പെട്ട ഒരു അടിസ്ഥാനപരമായ ജീവിത ദർശനം കൊണ്ടു നടക്കുന്നവരുമാകുന്നില്ല. നമുക്ക് എന്തുകൊണ്ട് നമ്മളുടെ പറമ്പിലെ റബ്ബർ ടാപ്പിംഗ് നമുക്ക് നടത്തിക്കൂടാ? നമ്മൾ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ കൂലിക്കാരായിട്ടും നമ്മൾ തന്നെ മേലാളന്മാരുമായിട്ട് കരുതുന്നത്? അതിനർത്ഥമില്ല. നമുക്കുള്ള സ്ഥലത്തെ കൃഷി കാര്യങ്ങൾ നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് റബ്ബർ വെട്ടാൻ അറിവുള്ളവരായിരിക്കണം, വാഴകൃഷി നടത്താൻ കഴിവുള്ളവരായിരിക്കണം. അത്തരത്തിലാണ് കാർഷിക മേഖലയ്ക്ക് ഒരു പുനർജന്മം നൽകേണ്ടത് എന്നുകൂടെ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടറിയാം. റബ്ബർ ടാപ്പിങ്ങിന് 2 ഏക്കർ സ്ഥലത്തുള്ള ഒരു ചേട്ടൻ വേറൊരാളെ ഏൽപ്പിക്കുന്നു. വലിയ കൂലി ചെലവാണ്. നമുക്കത് കൊടുക്കാൻ പറ്റുകയില്ല. 140 രൂപ ഒരു കിലോ റബ്ബറിന് വാങ്ങിച്ചുകൊണ്ട് ഒരു റബ്ബറിന് 2-ലധികം രൂപ വെട്ടുകൂലി കൊടുക്കാൻ നമുക്ക് നിവൃത്തിയില്ല. റബ്ബറിന് വളം മേടിക്കാൻ നമുക്ക് സാധ്യമല്ല. റബ്ബറിന്റെ ശീതകാലത്ത് റബ്ബർ വെട്ടിയെടുക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് പുതപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. കുരിശടിക്കാൻ നിവൃത്തിയില്ല. ആ ജോലികളൊക്കെ നമ്മൾ തന്നെ ചെയ്യുമ്പോഴാണ് നമ്മൾ കർഷകരാകുന്നത്. മറ്റൊരാളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് കൊണ്ട് അല്ല നമ്മൾ കർഷകരാകുന്നത്. മീനച്ചിൽ താലൂക്കിന്റെ മഹത്വം നമ്മളുടെ പറമ്പിൽ, നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നവരൊക്കെ വിദ്യാർത്ഥികളായിരിക്കുന്ന കാലത്തൊക്കെ റബ്ബർ വെട്ടിയിട്ട് സ്കൂളിൽ പോയവരുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ അങ്ങനെയാണ് ജീവിച്ചത്. നമ്മളുടെ പറമ്പിൽ നമ്മളുടെ മാതാപിതാക്കള് പണിയെടുക്കുന്നത് കണ്ട് വളർന്ന ഒരു തലമുറയാണ്. ആ ഒരു സംസ്കാരം നമുക്ക് നഷ്ടമാകരുത്. നമ്മളിവിടെ പറഞ്ഞ അടിസ്ഥാനപരമായ ആ കാര്യം വലിയ ലോബികളുമായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ബന്ധപ്പെട്ട് കർഷകരെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള രീതികളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നത് ഇത്തരത്തിലുള്ള വ്യതിചലനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്നത് കൊണ്ടുകൂടിയാണ്. ഞാൻ അടുത്ത മാസത്തിൽ പള്ളിയിൽ വായിക്കാൻ വേണ്ടി കുടുംബകൃഷിയെക്കുറിച്ചൊരു ഇടയലേഖനം തരുന്നുണ്ട്. അതിൽ ഞാൻ ഊന്നി പറഞ്ഞിരിക്കുന്ന കാര്യം, നമുക്കുള്ള 1 ഏക്കർ സ്ഥലം അത് തരിശ് ഭൂമിയായിട്ട് കളയരുത്. നമ്മളുടെ കുട്ടികൾ ആ പറമ്പ് വെറുതെ ചവിട്ടി നടന്ന് ഒന്നും ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത വ്യക്തികളായിട്ട് മാറരുത്. നമ്മളുടെ വീട്ടിലെ അമ്മച്ചിമാർക്ക് എന്തുകൊണ്ട് നമ്മളുടെ പറമ്പിൽ പണിയെടുത്ത് പച്ചക്കറിത്തോട്ടം നട്ടുപിടിപ്പിച്ച് കാർഷിക വൃത്തി നടത്തിക്കൂടാ? നമുക്ക് മീനച്ചിൽ താലൂക്കിന്റെ സംസ്കാരം അതാണ്. നമ്മളുടെ അമ്മമാര് കൂടെ പറമ്പിൽ പണിയെടുത്ത് ആ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്ന ഒരു സംസ്കാരത്തിന്റെ ഉടമകളാണ് നമ്മൾ. അങ്ങനെ നമ്മൾ നിലനിൽക്കുമ്പോഴാണ് നമ്മെ ആർക്കും അവഗണിക്കാൻ പറ്റാത്ത ഒരു വർഗമായിട്ട് നമ്മൾ മാറുന്നത്. എന്തുകൊണ്ടാണ് രാഷ്ട്രീയക്കാര് നമ്മളെ വിലമതിക്കാതിരിക്കുന്നത്? കർഷകരെ പലപ്പോഴും ഡിസ്പോസബിൾ എലമെന്റ്സ് ആയിട്ട് എടുത്തു മാറ്റിക്കളയാവുന്നത്, അരികിലേക്ക് തള്ളിക്കളയാവുന്നതും ഒക്കെ ആയിട്ട് കരുതുന്നത് നമ്മളുടെ ഭൂമിയെ നല്ലതുപോലെ വിലമതിക്കാത്തത് കൊണ്ടുകൂടിയാണ്. നമ്മളെ ഈ പ്രതിഷേധത്തിലൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ 1 ഇഞ്ച് ഭൂമി പോലും വെറുതെ നമ്മൾ കളയരുത്. അവിടെ കൃഷി ചെയ്ത് നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ പറ്റത്തക്ക രീതിയിൽ അത് ആക്കിയെടുക്കണം. നമ്മളുടെ മീനച്ചിൽ താലൂക്കിന്റെ
രണ്ട് പ്രത്യേകതകൾ. ഒന്ന്, നാണ്യവിളകൾ റബ്ബറിനെ പോലെയുള്ളത്, മറ്റ് ഭക്ഷ്യവിഭവങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളും ഒന്നിച്ച് പോകുന്നതാണ്. ഭക്ഷ്യവിഭവങ്ങൾ കുടുംബ കൃഷിയിലൂടെയും നാണ്യവിളകൾ കുറച്ചുകൂടെ പുരുഷന്മാരുടെ കഴിവും അവരുടെ അനുഭവ സമ്പത്തുമൊക്കെയുള്ള അധ്വാനത്തിലൂടെയും വളർത്തിയെടുക്കേണ്ടതാണ്. നമുക്കതുകൊണ്ട് ഇവിടെ വേണ്ടത് പുതിയ ഒരു നോട്ടം, പുതിയ ഒരു കാഴ്ചപ്പാട്. ഈ കാർഷിക മേഖല, റബ്ബറിന്റെ രംഗത്ത് നമുക്ക് പറ്റിയിരിക്കുന്ന ഈ വലിയ വിലയിടിവ് എന്ന് പറയുന്നത് നമ്മളുടെ സാമ്പത്തിക ഭദ്രതയെയും ആത്മീയ ജീവിതത്തെയും കുടുംബ ബന്ധത്തെയും അയൽപക്ക ബന്ധത്തെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. ഇന്ന് റബ്ബർ ടാപ്പിംഗ് നടത്താതെ വിട്ടിരിക്കുന്ന സ്ഥലമുണ്ട്. റബ്ബർ വെട്ടിയെടുത്തത് വിൽക്കാതെ കിടക്കുന്ന ഉടമസ്ഥന്മാരുണ്ട്. റബ്ബർ മരങ്ങൾ വെട്ടിക്കളഞ്ഞ കർഷകർ ഉണ്ട്. റബ്ബർ തോട്ടം നശിപ്പിച്ചവരുണ്ട്. കാരണം അതൊന്നും ജീവിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. ടാപ്പിംഗ് പണി ഇനി മേലിൽ ഞാൻ നടത്തുകയില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ ഈ റബ്ബർ മേഖലയോട് ബന്ധപ്പെട്ട് നമുക്കുണ്ട്. കാരണം 1 കിലോയ്ക്ക് 100-ലധികം രൂപ വേഗത്തിൽ കുറയുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാനാകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രതിഷേധ സ്വരമായിട്ട് ഇതുപോലുള്ള ഐക്യദാർഢ്യ ചിന്തകളുമായിട്ട് അല്ലെങ്കിൽ അതിനുള്ള മണിക്കൂറുകളായിട്ട് നമ്മൾ മുമ്പോട്ട് വരുന്നത്. നമ്മളുടെ ഈ കൂടിവരവ് ഞാൻ മനസ്സിലാക്കുന്നു വളരെ ശക്തമായ ഒരു കൂടിവരവാണിത്. മീനച്ചിൽ താലൂക്കിന്റെ പലാരൂപതയുടെ കോട്ടയം ജില്ലയിലെ കർഷകരായിട്ടുള്ള ആളുകളുടെ ആത്മാർത്ഥമായിട്ട് കാർഷിക വൃത്തിയെ സ്നേഹിക്കുന്ന ആളുകളുടെ നല്ല ഒരു കൂടിവരവാണിത്. ഇത് ബലിഷ്ഠമായ ഒരു കൂടിച്ചേരലാണ്. നമ്മളുടെ ഈ സ്വരം തീർച്ചയായിട്ടും നമ്മളുടെ കേരള കേന്ദ്ര ഗവൺമെന്റ് പരിഗണനയിൽ എടുക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഇത്തരത്തിൽ ഉള്ള നമ്മളുടെ കൂടിവരവുകൾ KCC ഈ നാളുകളിൽ നമുക്ക് നൽകിയിട്ടുള്ള നേതൃത്വം, പ്രത്യേകിച്ച് ഡോക്ടർ ജോർജ് വർഗീസും ഷാജു അലക്സും ഒക്കെ ഇതുപോലുള്ള പൊതുജനങ്ങളോട്, സാധാരണക്കാരോട്, മനുഷ്യരോട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ വരുമ്പോൾ അത് പഠിച്ച് ആ പഠനത്തിൽ നമ്മളുടെ ആളുകളെ കോർത്തിണക്കി അതിൻ്റെ പരിണിത ഫലങ്ങൾ MP-മാരുടെ മുമ്പിൽ, മന്ത്രിമാരുടെ മുമ്പിൽ, ഗവൺമെന്റിന്റെ മുമ്പിലൊക്കെ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുന്നു എന്നത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. ഈ ആഴ്ചകളിൽ തന്നെ 130 ഇടവകകളിൽ പോയി നമ്മളുടെ ആളുകളെ സന്ദർശിച്ച് ഈ ഒരു വലിയ പ്രതിഷേധത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ നമ്മളുടെ രൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരിക്കുന്നത്. നമുക്ക് കാർഷിക വൃത്തി നമുക്ക് ജീവശ്വാസം പോലെയാണ്. കൃഷിക്കാരനാകാതെ ഒരു പാലാക്കാരന് ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മളുടെ മണ്ണിനെ സ്നേഹിക്കാതെ, നമ്മളുടെ മണ്ണിൽ പണിയെടുക്കാതെ, നമ്മളുടെ റബ്ബർ മരങ്ങളെ സ്വന്തമായിട്ട് കരുതാതെ നമുക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മളുടെ മണ്ണിനെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന പറമ്പിനെ സ്നേഹിക്കുവാനും കൃഷി ചെയ്യുവാനും, അങ്ങനെയുള്ള ആ ഒരു ഉദ്യമത്തിൽ ഇതുപോലുള്ള അപജയങ്ങൾ നമുക്ക് വരുമ്പോൾ റബ്ബറിന്റെ വിലയിടിവ് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കഷ്ടമാണ്. നമ്മളെല്ലാവരും വളരെയധികം വിഷമിക്കുന്നുണ്ട്. നമ്മളുടെ സാധാരണക്കാരായ മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനും അവർക്ക് ഭക്ഷണം നൽകുന്നതിനുമൊക്കെ ഈ മാസങ്ങളിൽ വളരെയേറെ കഷ്ടപ്പെടുന്നത് നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ അതിന്റെ പങ്കാളികൾ കൂടിയാണ്, അതിൽ നിന്ന് മാറി നിൽക്കുന്നവരല്ല. അപ്പൊ ആ തരത്തിൽ നമ്മളുടെ ഈ കാർഷിക മേഖലയെ എല്ലാവരും ഒന്നുകൂടെ ഒരു പുതിയ ഒരു കാഴ്ചപ്പാടിൽ കാണണം. റബ്ബറിന് പറ്റിയിരിക്കുന്ന ഈ വിലയിടിവ് നമ്മളുടെ സർക്കാരിന്റെ മുമ്പിൽ വളരെ ഗൗരവതരമായ രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കണം. റബ്ബർ കൃഷി കൊണ്ട് നമുക്ക് നമ്മളുടെ കുടുംബത്തിന്റെ ആത്മീയത വളർത്തുവാനായിട്ട് സാധിക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒന്നുകൂടെ ഇറങ്ങുന്നതിനും ഇവിടെ ജോർജ് വർഗീസച്ചനും രാജീവും ഒക്കെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു മീറ്റിംഗ് കൊണ്ട് ഇത് അവസാനിപ്പിക്കുകയല്ല. നമ്മളുടെ ലക്ഷ്യം നേടുന്നിടം വരെ നമ്മൾ പ്രതിഷേധിക്കുകയാണ്, നമ്മൾ സമരം ചെയ്യുകയാണ്, നമ്മളുടെ സ്വരം ഉയർത്തുകയാണ്. അത്തരത്തിലുള്ള ഒരു ദൃഢനിശ്ചയം കൂടെ എടുക്കുന്നതിനുള്ള അവസരമായിട്ട് നമ്മളുടെ ഈ സമ്മേളനം
മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഇവിടെ വളരെ നല്ല ഒരു സംഖ്യ കർഷകർ ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്കതിൽ അഭിമാനമുണ്ട്. ആ ഒരു അഭിമാന ബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വീണ്ടും മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് ഈ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയിക്കുന്നു.